കാസർഗോഡ് ജില്ലയ്ക്കകത്തും പുറത്തും നിന്നുമായി 100-ലേറെ ബോട്ടുകൾ എത്താറുള്ള മടക്കരയിലെ പഴയ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ വർഫ് തൂണുകൾ പഴകി ദ്രവിച്ചിട്ട് കാലങ്ങളായി. അടിവശം തകർന്ന തുരുമ്പെടുത്ത കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ഏത് സമയവും ഇവിടെ ഒരു അപകടം ഉണ്ടാകുമെന്നതാണ് അവസ്ഥ. വാർഫ് തകർന്നാൽ ഇവിടെ കെട്ടിയിടാറുള്ള ബോട്ടുകൾ കടലിലെത്തും. 50ഓളം ബോട്ടുകൾ മീനിറക്കിയ ശേഷം തകർന്ന വർഫിനോട് ചേർന്നാണ് കെട്ടിയിടാറുള്ളത്. അറ്റകുറ്റപ്പണി സംബന്ധിച്ച് 2 വർഷം മുൻപ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടികളില്ല. 35 വർഷമായി ഇത് വന്നിട്ട് കരുണാകരൻ്റെ മന്ത്രിസഭ ഉള്ള സമയത്താണ് ഇത് ലാൻഡിംഗ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഇന്ന് വരെ ഇതിൻ്റെ മെയിൻ്റനൻസ് പണി നടത്തിയിട്ടില്ല. ഇപ്പോൾ 2 വർഷമായിട്ട് ഞങ്ങളത് കൊടുത്തിട്ടാകുമ്പോൾ അവർ പറഞ്ഞു അത് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഇതുവരെ കാണില്ല. അടിഭാഗമെല്ലാം ദ്രവിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏത് സമയത്തും നിലം പത്താൻ ഇടിഞ്ഞു പോകാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ അപ്പുറം ഹാർബർ വന്നതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കാതെ പോകുന്നത്. ഇവിടെ 35 ബോട്ടോളം ഇവിടെ ലാൻഡിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും പണിയെടുക്കുന്ന ബോട്ടുകാർക്കെല്ലാം ലാൻഡിങ് ചെയ്യാനും വലപ്പണിയെടുക്കാനും എല്ലാം ഉപയോഗിക്കുന്ന സ്ഥലമാണിത്. 60 മീറ്ററാണ് നിലവിലെ വർഫിന്റെ നീളം. ഇത് 150 മീറ്ററാക്കി മാറ്റണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന ലേലപ്പുരയിലാണ് തൊഴിലാളികളുടെ വിശ്രമവും വല നന്നാക്കൽ എന്നിവയും നടക്കുന്നത്. തീരദേശ മീൻപിടുത്ത തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കി മത്സ്യസമ്പത്ത് പരമാവധി കരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 1990-ൽ പ്രവർത്തനം തുടങ്ങിയ ഫിഷ് ലാൻഡിംഗ് സെന്ററാണ് ചെറുവത്തൂർ മടക്കരയിൽ തകർന്നു കിടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.